നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു DIY വീഡിയോ ആണ്. നല്ല ബേബി സോഫ്റ്റ് സ്കിന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു DIY ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ സൗണ്ട് എന്ത് പറ്റിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് രാവിലെ ഉറക്കം എണീറ്റിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഫ്രഷായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വറക്കാത്ത അരിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി അടുത്ത വേണ്ടത് പാലാണ്. അപ്പോൾ പാലെടുക്കുമ്പോൾ റോ മിൽക്ക്, നമ്മൾ തിളപ്പിക്കാത്ത പാലെടുക്കണം. അത് എല്ലാ DIYs നമ്മൾ ഫേസിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൻ കെയറിന് എപ്പോഴും തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇത് 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആവണം. നമ്മളിത് ഫ്രീസ് ചെയ്യാൻ പോവാണ്. ഐസ് ക്യൂബ്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണം. ഇത് ശരിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട്, വളരെ ആ ഒരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ളൊരു സ്കിൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഈ ഓപ്പൺ പോസ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ഒന്നുകൂടി എഫക്റ്റീവാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യൂ. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ വീക്ക്ലി ഒരു 2 times ഒക്കെ ആയിട്ട് യൂസ് ചെയ്യൂ. 2 or 3 times ഒക്കെ യൂസ് ചെയ്യാം. കാരണം വളരെ മൈൽഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളിനി ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക ഫേസിൽ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ടല്ലോ, ഒരു എക്സ്ഫോലിയേറ്റർ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്, അരിപ്പൊടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നെങ്കിൽ സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് ഡ്രൈ ആവുന്നതിന് ശേഷം കഴുകി കളയുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഐസ് ക്യൂബ് DIYs അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഫേഷ്യൽസൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ തിരക്കുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം അത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി എടുത്ത് വെറുതെ യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ കൺസേൺ എന്താണെന്ന് നോക്കി നമുക്ക് ഇൻഗ്രീഡിയൻസ് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ ചാനലിൽ ഐസ് ക്യൂബ് ഫേഷ്യൽസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്